നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് BJPയുടെ പ്രധാന ബില്ലുകളിൽ ഒന്നാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് BJPയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. എന്നാൽ സഭയിലെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം അതിപ്പോൾ ജോയിൻ്റ് പാർലമെൻ്ററി സമിതി JPCക്ക് മുന്നിൽ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് BJPക്ക് ആ ബില്ല് അത് ചുളുവിൽ അങ്ങനെ അങ്ങ് പാസ്സാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ ബില്ലിനെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യം ഏകദേശം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ലോക്സഭയിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും ഒരേ സമയം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, ആ ബില്ലുകളെ ആദ്യ സംയുക്ത പാർലമെന്ററി സമിതിയിൽ തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്നാൽ BJP അംഗങ്ങളാകട്ടെ ആ ബില്ലിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെതിരെ സഭയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചെലവ് അത് ചുരുക്കാൻ ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ ജോയിൻ്റ് പാർലമെൻ്ററി സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അതിശക്തമായ രീതിയിൽ തന്നെ എതിർക്കുകയായിരുന്നു. ഇതിനെ സാധൂകരിക്കാൻ സർക്കാർ നിരത്തിയ കണക്കുകൾ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണെന്ന് പ്രിയങ്ക വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച ആശങ്കകൾ NDAയുടെ ഭാഗമായിട്ടുള്ള JDUവും ഉന്നയിച്ചതാണ്. പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായി ഇതിനെതിരെ തെളിവുകൾ നിരത്തി വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ ഈ ബില്ലിനെ തീർത്തും പ്രതിരോധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഉന്നതാധികാര സമിതിക്ക് കത്ത് നൽകിയ YSR കോൺഗ്രസും ഈ ബില്ലുകളിന്മേൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും ഇവരിപ്പോൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ EVMനെതിരെയും അതോടൊപ്പം തന്നെ ബാലറ്റ് പേപ്പറിന് അനുകൂലമായിട്ടും കൂടുതൽ പാർട്ടികൾ, സഖ്യകക്ഷികളൊക്കെ തന്നെ രാജ്യത്തിപ്പോൾ മുന്നോട്ട് വരുന്നതാണ് ഈ ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. 2 മാസം കൊണ്ട് JPCക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവില്ല എന്നതും അതുകൊണ്ട് കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇതിനായിട്ട് അനുവദിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസും ഇവിടെ ആവശ്യപ്പെടുകയാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെലവ് ചുരുക്കലാണോ അതോ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുകയാണോ പ്രധാനമെന്നാണ് ഇവിടെ കോൺഗ്രസ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെ ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ JPCയുടെ നടത്തിപ്പ്, തെളിവെടുപ്പ് തുടങ്ങിയവയൊക്കെ തന്നെ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക്സഭയിൽ നിന്ന് 27 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണ് JPCയിൽ ഉള്ളത്. NDAയിൽ 22 അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിലെ 15 അംഗങ്ങളുമുണ്ട്. BJPയുടെ ലോക്സഭാ അംഗം P. ചൗധരിയാണ് ഇതിൻ്റെ പ്രധാന അധ്യക്ഷൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ആ ബില്ല് പരിശോധിക്കാൻ നിയോഗിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് അത് ഒരു നീല ട്രോളി ബാഗിൽ നിറച്ചുകൊണ്ടാണ് JPC അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 22 ഭാഗങ്ങളിലായിട്ട് 18,626ഓളം പേജുകളാണ് ഇതിലുള്ളത്. ഒരു ട്രോളി ബാഗും അനുബന്ധ രേഖകളും നിറച്ച ഹാൻഡ് ബാഗാണ് ഇവർക്ക് നൽകിയത്. ഹിന്ദി, ഇംഗ്ലീഷ് പതിപ്പുകളാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗത്തിന് 322 പേജുകളാണുള്ളത്. ഇതിന് അനുബന്ധമായിട്ട് 21 ഭാഗങ്ങളുമുണ്ട്. അങ്ങനെ വളരെ വെടിപ്പായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിലും അത് നടപ്പിലാക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല, പ്രതിപക്ഷം പ്രതിരോധിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് MP എന്ന നിലയിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ അതും ഈ JPCയുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അംഗമാക്കിയതോടെ BJPയുടെ നീക്കങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള ക്ഷീണമേറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയെ ഇപ്പോൾ തകർത്തെറിയുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതാകട്ടെ പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ഇതിനെ എതിർക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പോരായ്മയും അതുപോലെ തന്നെ തിരികെ ബാലറ്റ് പേപ്പറിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവും രാജ്യം മുഴുവൻ ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുമ്പോൾ BJP ഇനി എന്തൊക്കെ കളികൾ തന്നെ കളിച്ചാലും ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളിടത്തോളം കാലം അവരുടെ ഒരു തന്ത്രവും നീക്കങ്ങളും നടക്കില്ല എന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ ഈ സ്വപ്ന പദ്ധതിയെ അവർ ഉപേക്ഷിക്കുമോ അതോ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനായിട്ട് പുതിയ പദ്ധതികൾ ഇനി കൂടുതലായിട്ട് വിഭാവനം ചെയ്തു തുടങ്ങുമോ? അതെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ കണ്ടറിയാം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.